പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ പാലത്തായി കേസിനെ സംബന്ധിച്ച് ഈ പി ഹരീന്ദ്രൻ എന്ന് പറയുന്ന CPM നേതാവ് നടത്തിയിട്ടുള്ള പ്രസംഗത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. CPM ഇപ്പോൾ CJP ആയി മാറിയിരിക്കുകയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ UDF പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു സാധൂകരണം എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ CPMൻ്റെ നേതാവിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പ്രസംഗം. നമ്മുടെ മദ്രസയിൽ നിന്നോ അല്ലാണ്ട് സ്കൂളിൽ നിന്നോ എവിടെയായിരുന്നാലും ഇത്തരത്തിൽ ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചുകുട്ടിയെ പീഡിപ്പിച്ചതിൽ നമ്മൾ അതിൽ മതം തിരിയേണ്ട യാതൊരു ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന കൊണ്ട് ഇപ്പോൾ സംഘപരിവാരത്തിന് കയ്യിൽ വടി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതേറെ വേദനാജനകമാണ്. CPM നേതാക്കൾ സമൂഹത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. CPM ഒരുപാട് സംഭാവനകൾ കേരളീയ അടിസ്ഥാന വർഗ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള CPMൻ്റെ നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഒട്ടും അഭിലഷണീയമല്ല. ഇത് സംഘപരിവാരത്തിന് വളരുവാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനമായിരിക്കുകയാണ്. സംഘപരിവാരം ഇന്ന് എല്ലാ തരത്തിലും അവരൊരു സ്പേസിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പേസിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും പല കളികളും അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിലുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് CPMനെയാണ് അവർ ഏക തടസ്സമായിട്ട് തന്നെ കാണുന്നത്. അതുകൊണ്ടാണ് അവരെപ്പോഴും CPMനെയാണ് അവരേറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ വർഗീയ വിഭജനത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളുമായി CPM നേതാക്കൾ വരുന്നത് ഒട്ടും അഭിലഷണീയമല്ല. അത് CPMൻ്റെ സംഘടനയിലെ ഉന്നത തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് അതിനുള്ള